അപ്പം നേരെ മരിയ. കുഞ്ഞേട്ടൻ്റെ പൊറോട്ട കൊള്ളാം, ബീഫ് അത്ര സുഖമില്ല. മരിയെ പോകുന്നു, പൊറോട്ടയും ബീഫും. പിന്നെ ഇൻ്റർവ്യൂ, ജോലി, സാലറി, ലീവ്, ട്രീറ്റ്. ഇത് എത്രാമത്തെ വിശാഖ? ഈ മാസം ഇത് 3ാമത്തെ. 3G ആകുമോ? ഇത്തവണ കരുതി കൂട്ടിയാ. തേങ്ങ ഉടക്കണ വച്ച എൻ്റെ വീട്ടിൽ കേട്ടായിരുന്നു. അല്ല, രാവിലെ നീ അങ്ങോട്ടാ തേണ്ടിറങ്ങിയേ? കവലയിലൊന്ന് കയറി. കുഞ്ഞേട്ടൻ്റെ ചായ, 2 പൊറോട്ട, 1 ബീഫ്. ഒരു രക്ഷയില്ല. പുതിയൊരുത്തൻ എത്തിയിട്ടുണ്ട്. കടച്ചിലല്ല, കൈപ്പണിയാണ്. പുതിയ പണിക്കാരനാണല്ലേ? വെറും പണിക്കാരനല്ല, മാസ്റ്റർ പൊറോട്ട മാസ്റ്റർ. പകർച്ചവ്യാധി ചികിത്സാ ബ്ലോക്കുകൾ തുടങ്ങും. ഓരോ ബ്ലോക്കുകളിലും ഒരു പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് 12 കൊച്ചേട്ടാ 2 പൊറോട്ട 1 ബീഫ്. സെയിം പിച്ചേ. അതിവിടില്ല, വേണേ 2 ചായ തരാം. ആ പോരട്ടെ. ബ്ലഡി ഗ്രാമവാസീസ്. രാവിലെ ലിവാറുകൾ നിപ്പാ. ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. തൊഴിലുറപ്പ് നടപടികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നയപരിഷ്കരണങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങളിലൂടെയാണ് ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. PM e-Vidya program for multimode access to digital online education will be launched immediately, and this will consist of Diksha, which gives a one nation, one digital platform facility, and this is for school education. One earmarked TV channel for each class from class 1 to 12. കടയാടി പറഞ്ഞത് നേരാണല്ലോ. Will also be കറിക്കൊക്കെ ഒരുമാതിരി പ്രൊഫഷണൽ then ടച്ച്. there will be extensive use of radio, community radio, and ശരിയാ. podcasts. എന്നാ ഒരു ടേസ്റ്റ്. Big way into education. കുഞ്ഞേട്ടൻ്റെ സമയം തെളിഞ്ഞു. Will be made of radio also. Special e-content for മാതാവേ, 3 വേക്കൻസി, 30 പേരും. ഓ ആയിക്കോട്ടെ. ഫോം പൂരിപ്പിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നായിക്കോട്ടെ. ജസ്റ്റ് എ പെൻ. പേന പോലും ഇല്ലാതെ ഇൻ്റർവ്യൂവിന് വരുന്നത്. ടോക്കൺ വിളിക്കുന്ന ക്രമത്തിൽ കയറിപ്പോര്. ടോക്കൺ നമ്പർ 1. മുടിയാനായിട്ട് കൊടയോടി മോനെ. ടോക്കൺ നമ്പർ 5. ടോക്കൺ നമ്പർ 13. ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? എന്നൊക്കെയാ ചോദിച്ചേ? എന്നോട് അധികം ചോദിച്ചില്ല, പക്ഷെ ഞാനവരെ പറ്റിച്ച്. എന്നാ പറഞ്ഞ് പറ്റിച്ചേ? എന്നോട് ചോദിച്ച് രാവിലെ എന്നാ കഴിച്ചതെന്ന്. കാര്യം ഞാൻ കഴിച്ചത് പഴയങ്ങനെയാണ്. വീട് പോവാ ഞാൻ. അപ്പവും മട്ടസ്റ്റും ആണ് എന്നങ്ങ് കാച്ചി. മനസ്സിലായോ? ദേ തിങ്ക് ദാറ്റ് മൈ ഫാദർ ഈസ് റിച്ച്. ഏത് കോട്ടയംകാരോടാണോ കളി? ഒരു 5 മിനിറ്റ് പോയത് നാറ്റൊക്കെ സായന്.
നിന്നെ കടയാളെ വിളിച്ചായിരുന്നോ? നീ ഇപ്പോൾ എവിടെയാ? ഞാൻ ഇൻ്റർവ്യൂ ഹാളിൽ. നീയല്ലേ എന്നെ കൊണ്ടുപോട്ടെ? അല്ല, കടയാടെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഓ, അത് ശരിയാണല്ലോ. അല്ല, എന്താ അവിടെ ഇത്ര മുഴക്കം? അതെ, ഈ ഹോള് നിറച്ച് ഊഫർ സെറ്റാ. അല്ല, അവിടെ എന്നെ എത്ര മുഴക്കം? എൻ്റെ വീട്ടിൽ നല്ല ഊഫർ സെറ്റാ. നീ വീട്ടിൽ പോയോ? അതെ, എൻ്റെ വീട്ടിൽ ഊഫർ സെറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇത് പുറത്ത് വണ്ടി പോകുന്ന മുഴക്കമാണ്. ടോക്കൺ നമ്പർ 20. ടോക്കൺ നമ്പർ 20. ആ, വരുന്നു സാർ. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. പ്ലീസ് ബി സീറ്റഡ്. എന്തോ? ഇരിക്കാൻ. സി മിസ്റ്റർ ജിഷ്ണു, ഈ മരണം നടന്ന വീട്ടിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ മരിച്ചിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് വരികയാണെങ്കിൽ ഒരു കറുത്ത കൊടി അല്ലെങ്കിൽ കറുത്ത ടാഗ് കുത്തി വരാറുണ്ട്. പക്ഷേ ജിഷ്ണു, എനിക്ക് മനസ്സിലാകാത്തത് ഈ തോളിൽ ഇതിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഓ ഷട്ടി, ചുമ്മാതല്ലേ ബാത്റൂമിൽ വെച്ച് തപ്പിട്ട് കാണാൻ.